ഏവർക്കും സ്നേഹവന്ദനം. ഒരല്പം ആശ്വാസത്തോടു കൂടെയാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കിടുന്നത്. യമനിലെ സനായിലെ മധ്യസ്ഥ ചർച്ചകൾക്ക് ശേഷം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായിട്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ ഓഫീസിൽ നിന്നും അറിയിപ്പ് ലഭിക്കുകയുണ്ടായി. തലാലിൻ്റെ കുടുംബവുമായി ഒത്തുതീർപ്പ് ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്നാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിന് ദിയ അഥവാ രക്തപ്പണത്തിലൂടെ മധ്യസ്ഥത വഹിക്കാനുള്ള സുന്നി പണ്ഡിതൻ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നറിയപ്പെടുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രയത്നം ഫലം കണ്ടതായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. വലിയ വിവാദമുണ്ടാക്കിയ കേസിൽ ഒരു സുപ്രധാന വഴിത്തിരിവായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. ശിക്ഷ റദ്ദാക്കിയ കാര്യം വിദേശ മന്ത്രാലയം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. യമൻ്റെ തലസ്ഥാനമായ സനായിലെ നടന്ന ഉന്നത തല യോഗത്തിന് ശേഷമാണ് തീരുമാനമെടുത്തതെന്ന് ഗ്രാൻഡ് മുഫ്തിയുടെ ഓഫീസ് അറിയിച്ചതായിട്ട് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരത്തെ സ്റ്റേ ചെയ്തിരുന്ന ശിക്ഷ ഇപ്പോൾ ഔദ്യോഗികമായി റദ്ദാക്കിയിരിക്കുന്നു. ഗ്രാൻഡ് മുഫ്തിയുടെ അഭ്യർത്ഥന മാനിച്ച് ഷെയ്ഖ് ഉമർ ഹാഫീസ് തങ്ങൾ നിയമിച്ച യമൻ പണ്ഡിത സംഘത്തിൻ്റെ മധ്യസ്ഥ ശ്രമങ്ങൾ യോഗത്തിൽ ഉൾപ്പെട്ടതായിട്ട് റിപ്പോർട്ടുണ്ട്. വടക്കൻ യമനിൽ നിന്നുള്ള അധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ദൗത്യങ്ങളുടെ പ്രതിനിധികളും ചർച്ചകളിൽ പങ്കെടുത്തതായിട്ട് പറയുന്നു. നിമിഷപ്രിയയ്ക്ക് ശിക്ഷ വിധിക്കുന്നതിന് കാരണമായ കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിൻ്റെ കുടുംബവുമായിട്ട് ചർച്ചകൾ തുടരുമെന്ന് ഗ്രാൻഡ് മുഫ്തിയുടെ ഓഫീസ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പൂർണ്ണവും അന്തിമവുമായ ഒരു പരിഹാരത്തിലെത്തുന്നതിന് ഈ ചർച്ചകൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യൻ പൗരയായ നിമിഷപ്രിയയെ രക്ഷിക്കാൻ രക്തദാന ഒത്തുതീർപ്പിലെത്തുക എന്നതാണ് ഏക പോംവഴിയെന്ന് ജൂലൈ 14 നമ്മുടെ യൂണിയൻ ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ അറിയിക്കുകയുണ്ടായി. യമൻ പൗരനായ തലാൽ അബ്ദോ മഹ്ദിയുമായി സഹകരിച്ച് സനായിൽ സ്വന്തമായ ഒരു ക്ലിനിക്ക് ആരംഭിച്ച കേരളത്തിൽ നിന്നുള്ള പരിശീലനം ലഭിച്ച നേഴ്സായ നിമിഷപ്രിയ 2017 തൻ്റെ ബിസിനസ് പങ്കാളിയെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട വിവരം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അറബിയിൽ നടത്തിയ വിചാരണയിൽ ശരിയായ നിയമ ഉപദേശമോ ഉപദേശകരോ വ്യാഖ്യാതാവോ ഇല്ലാതെ വധശിക്ഷ വിധിക്കുകയായിരുന്നു അന്ന് ഉണ്ടായത്. അന്ന് മുതൽ 38-കാരിയായ നിമിഷപ്രിയ ഹൂത്തി വിമതരുടെ നിയന്ത്രണത്തിലുള്ള യമൻ തലസ്ഥാന നഗരിയിൽ ജയിലിൽ കഴിയുകയാണ്. ജൂലൈ 16 അവരുടെ വധശിക്ഷ നടപ്പാക്കേണ്ടതായിരുന്നു. എന്നാൽ മുടിനാര് ഇഴയ്ക്ക് മരണത്തിൻ്റെ നിഴലിൽ നിന്ന് അവരെ രക്ഷിക്കാനുള്ള തീവ്രമായ ചർച്ചകൾ വിവിധ മേഖലകളിലുണ്ടായി. പ്രത്യേകിച്ച് ഗ്രാൻഡ് മുഫ്തി എന്നറിയപ്പെടുന്ന നമ്മുടെ ബഹുമാന്യനായ AP അബൂബക്കർ മുസ്ലിയാർ തത്സമയത്ത് ഇടപെടുകയും അങ്ങനെ മരണശിക്ഷ മാറ്റിവെക്കുകയും ചെയ്തു. വധശിക്ഷയിൽ താൽക്കാലിക ആശ്വാസം ലഭിച്ചെങ്കിലും ഇരയുടെ കുടുംബത്തിൽ നിന്ന് മാപ്പ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നതിനുള്ള പുതിയൊരു പ്രതീക്ഷയാണ് ഈ താൽക്കാലിക വിരാമം തുറന്നു തന്നിരിക്കുന്നത്. ഇത് ജയിൽ മോചനത്തിന് വഴിയൊരുക്കിയേക്കാം. എന്നിരുന്നാലും മഫ്തിയുടെ സഹോദരൻ അവരെ കൊല്ലാതിരിക്കുവാൻ വിസമ്മതിച്ചിട്ടുണ്ട്. രക്തപ്പണം സ്വീകരിച്ച് പ്രിയയ്ക്ക് മാപ്പ് നൽകാൻ അവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണിപ്പോഴും. ഒരു ലൈഫ് ലൈൻ ഇസ്ലാമിക നിയമപ്രകാരം കുറ്റകൃത്യങ്ങളുടെ ഇരകൾക്കോ അവരുടെ കുടുംബങ്ങൾക്കോ കുറ്റവാളിയുടെ ശിക്ഷയിൽ ഒരു പങ്ക് വഹിക്കാനായിട്ട് കഴിയും. ഒരു കൊലപാതകം നടന്നാൽ ഇരയുടെ ബന്ധുക്കൾക്ക് ദിയ അല്ലെങ്കിൽ ബ്ലഡ് മണി എന്നറിയപ്പെടുന്ന പണ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് പകരമായിട്ട് പ്രതിയോട് ക്ഷമിക്കാം. ദുഃഖിതരായ കുടുംബങ്ങൾ പ്രതികാരം ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളതും നാം മറന്നുപോകരുത്. എന്നാൽ കേസ് രമ്യമായി അവസാനിപ്പിക്കുന്നതിന് ബ്ലഡ് മണി സ്വീകരിക്കുന്നത് പ്രോത്സാഹിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് ഈ ദിയയിൽ. അനുരഞ്ജനം, നീതി, കാരുണ്യം എന്നിവ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതിലൂടെ അക്രമചക്രം അവസാനിപ്പിക്കുവാൻ കഴിയുമെന്ന ആശയത്തിലാണ് ഇത് വേരൂന്നിയിരിക്കുന്നത്. ക്ഷമിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും സാമൂഹിക സമാധാനം നിലനിർത്തുകയും ചെയ്യുന്നതിനൊപ്പം ഇരയായ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇത് ശിക്ഷയെക്കുറിച്ചല്ല, മറിച്ച് നീതിയെ അനുകമ്പയുമായി സന്തുലനമാക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഉത്തരവാദിത്വത്തോടൊപ്പം കരുണയുടെ മൂല്യത്തിനും ഊന്നൽ നൽകുന്നുവെന്നാണ് ഇത്തരത്തിൽപ്പെട്ട ആളുകൾ പറയാറുള്ളത്. ഇന്ത്യൻ നിയമങ്ങളിൽ രക്തപ്പണം എന്ന ആശയമില്ലെങ്കിലും യമൻ ഉൾപ്പെടെയുള്ള നിരവധി ഇസ്ലാമിക രാജ്യങ്ങളിലത് അംഗീകൃത നിയമ നടപടിയാണ്. ഈ രാജ്യങ്ങളിൽ ഇരയുടെ കുടുംബത്തിന് കുറ്റവാളിക്ക് മാപ്പ് നൽകുന്നതിനും പണം നഷ്ടപരിഹാരം നൽകുന്നതിനും അവസരം നൽകുന്നു.
ദിയ സ്വീകരിച്ചാൽ വധശിക്ഷ റദ്ദാക്കപ്പെടും. എന്നിരുന്നാലും സർക്കാർ മറ്റു തരത്തിലുള്ള ശിക്ഷകളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ പ്രതിക്ക് ജയിലിൽ കഴിയേണ്ടി വന്നേക്കാം. രാജ്യത്തിനനുസരിച്ച് ഇതിൻ്റെ പ്രക്രിയ വ്യത്യാസപ്പെടുകയും ചെയ്യും. വിദേശികൾ ഉൾപ്പെട്ടതാണെങ്കിൽ അത് സങ്കീർണമാകും. സാധാരണയായിട്ട് ഇരയുടെ അടുത്ത കുടുംബങ്ങളെ മധ്യസ്ഥർ വഴി ഇസ്ലാമിക പണ്ഡിതന്മാർ അല്ലെങ്കിൽ NGOമാർ അല്ലെങ്കിൽ സർക്കാർ വകുപ്പുകളെ സമീപിച്ച് മാപ്പ് നൽകാൻ പ്രേരിപ്പിക്കുന്നു. മാപ്പ് നേടുന്നതിനും രക്തപണത്തിൻ്റെ അളവ് കണക്കാക്കുന്നതിനും പലപ്പോഴും ഒന്നിലധികം പങ്കാളികളുടെ മധ്യസ്ഥതയിൽ ഒന്നിലധികം റൗണ്ട് മീറ്റിങ്ങുകൾ ആവശ്യമായിട്ടും വരാറുണ്ട്. രക്തപണത്തിൻ്റെ ആചാരത്തിന് ആഴമുള്ള ചരിത്രപരമായ വേരുകളാണ് ഉള്ളത്. അറബി ഗോത്ര പാരമ്പര്യങ്ങൾ വളരെ പഴക്കമുള്ളതാണ്. അക്കാലത്ത് കൊലപാതകത്തിനുള്ള സ്വാഭാവിക പ്രതികാരം കൊലപാതകയെ കൊല്ലുക എന്നതായിരുന്നു. എന്നാൽ അതൊരു വ്യക്തിയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല. കാരണം നീതിയുടെ പേരിൽ മുഴുവൻ കുടുംബത്തെയും പ്രതികളുടെ മുഴുവൻ ഗോത്രത്തെയും പോലും ലക്ഷ്യം വെച്ചിരുന്നു. ഇത് ദീർഘകാലം നീണ്ടുനിന്ന ഒരു വൈരാഗ്യത്തിലേക്ക് നയിക്കുക ആണ് പതിവുണ്ടായിരുന്നത്. അത് പ്രത്യാക്രമണങ്ങൾക്കും അനന്തമായ അക്രമചക്രത്തിനും കാരണമായി. കൊലപാതകങ്ങളുടെ ഈ ബുദ്ധിശൂന്യമായ കഥ അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു പരിഹാരമായാണ് രക്തപണത്തിൻ്റെ ആശയം ആദ്യം അവതരിപ്പിച്ചത്. ഈ ആശയം ഉയർന്നു വന്ന് വർഷങ്ങളായി അതൊരു നിയമപരമായ പരിഹാരമായി വിന്യസിക്കുന്നതിനായി പരിഷ്കരിച്ചു. രാജ്യങ്ങൾക്കനുസരിച്ച് അപേക്ഷ രീതി വ്യത്യാസപ്പെട്ടിരിക്കുമെങ്കിലും പൊതുവെ മരണത്തിൽ കലാശിക്കുന്ന റോഡപകടങ്ങൾ പോലുള്ള മനഃപൂർവ്വമല്ലാത്ത കൊലപാതകങ്ങൾക്ക് രക്തപണമാണ് സാധാരണ പ്രതിവിധിയായിട്ട് പറയുന്നത്. ശാരീരിക ഉപദ്രവങ്ങൾക്ക് പരിക്കിൻ്റെ തീവ്രതയുടെ അടിസ്ഥാനത്തിലാണ് നഷ്ടപരിഹാരം കണക്കാക്കുന്നത്. ഇരയുടെ കുടുംബത്തിനോ അവകാശികൾക്ക് ക്ഷമിക്കാനോ പണം ആവശ്യപ്പെടാനോ പൂർണ്ണ ശിക്ഷ തേടാനോ അധികാരമുണ്ട്. നീതി ഉറപ്പാക്കാൻ ശരീഅത്ത് കോടതികൾ ഇത് മേൽനോട്ടം വഹിക്കുന്നു. പക്ഷേ കുടുംബത്തിൻ്റെ തീരുമാനത്തെ മറികടക്കാൻ കഴിയുകയില്ല എന്നുള്ള ഒരു വ്യവസ്ഥയുമുണ്ട്. ഇന്ന് നിരവധി മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ദിയ നിയമപരമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് അവരുടെ സംവിധാനങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്നു. സൗദി അറേബ്യയിൽ മനഃപൂർവ്വവും അശ്രദ്ധവുമായ മരണങ്ങൾക്ക് ശരീഅത്ത് കോടതികളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഒരു മുസ്ലിം പുരുഷന് ഏകദേശം 4 ലക്ഷം സൗദി റിയാൽ പോലുള്ള തുകകളും അല്ലാത്തവർക്കും സ്ത്രീകൾക്കും അതിൽ കുറവുമാണ് രക്തപണം അഥവാ ദിയ. കൊലപാതകങ്ങൾക്കും അപകടങ്ങൾക്കും ഇറാൻ ഇത് ബാധകമാക്കിയിട്ടുണ്ട്. ചരിത്രപരമായിട്ട് സ്ത്രീകളുടെ ദിയ പുരുഷന്മാരുടെ പകുതിയായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ 2019 പരിഷ്കാരങ്ങൾ തുല്യതയിലേക്ക് ഇതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. 1991 ഭേദഗതിയിലൂടെ പാകിസ്ഥാൻ ഇത് ഉൾപ്പെടുത്തി മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും തുല്യമാക്കി തീർത്തു. അത് കോടതികളാണ് ആ വിധത്തിൽ തന്നെ നിശ്ചയിച്ചത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ശരീഅത്തിനെ അതിൻ്റെ ശിക്ഷാ നിയമവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത് ചർച്ചകളിലൂടെയുള്ള ഒത്തുതീർപ്പുകൾ അനുവദിക്കുന്നു. യമൻ ദിയെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട്. അവിടെ കുടുംബത്തിൻ്റെ വാക്ക് പലപ്പോഴും മാപ്പ് നൽകുന്നതിന് അന്തിമമാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അഫ്ഗാനിസ്ഥാൻ, സുഡാൻ, നൈജീരിയയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും ഇത് നടപ്പാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും പ്രാദേശിക ആചാരങ്ങളും നിയമങ്ങളും അനുസരിച്ച് നടപ്പാക്കൽ വ്യത്യസ്തപ്പെട്ട് ഇരിക്കുന്നു. എത്ര കൊടുക്കണം? സാധാരണയായിട്ട് ഒരു നിശ്ചിത തുക ഉണ്ടാകുകയില്ല. പണം കക്ഷികൾക്കിടയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാറാണുള്ളത്. പുരാതന കാലത്ത് ദിയ എന്ന് പറയുന്നത് 100 ഒട്ടകങ്ങളുടെ വിലയായിരുന്നു. ഇപ്പോൾ തുക ഏകദേശം ആധുനിക കറൻസിയിലേക്ക് പരിവർത്തനം ചെയ്ത് ഒരു നിശ്ചിത കണക്കിലെത്തുന്നു. എന്നിരുന്നാലും ഇരയുടെ മതം, ലിംഗഭേദം അല്ലെങ്കിൽ പദവി തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ച് ഇത് വ്യത്യാസപ്പെടാം. സൗദി അറേബ്യ, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെ ചില രാജ്യങ്ങളിൽ കോടതികളാണ് രക്തപണം തീരുമാനിക്കുന്നത്. 2006 ഒരു സൗദി ആൺകുട്ടിയുടെ അപകട മരണത്തിന് കേരളത്തിൽ നിന്നുള്ള അബ്ദുൾ റഹീം എന്ന ഡ്രൈവർക്ക് വധശിക്ഷ വിധിച്ചു. 34 കോടി രൂപയുടെ രക്തപണം നൽകിയ ശേഷം അദ്ദേഹത്തിന് മാപ്പ് നൽകി. എന്നിരുന്നാലും കോടതി അദ്ദേഹത്തിന് 20 വർഷം തടവ് ശിക്ഷ വിധിച്ചു. 2024 അദ്ദേഹം മോചനാകും. എന്നാൽ ഇവിടെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ടതായ ഒരു കാര്യം, എത്രയും വേഗത്തിൽ അവർക്ക് വധശിക്ഷയിൽ നിന്നുള്ള പൂർണ്ണമായ മോചനം കിട്ടുകയും അധികം താമസിയാതെ തന്നെ ഒരു കോടതിയിൽ നിന്ന് വിമുക്തിയായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്ന് ഒരു ശാന്തതയും സൗമ്യതയുമുള്ള ജീവിതം നയിക്കുവാൻ, ഒരു പുതിയ ജീവിതം നയിക്കുവാൻ, തൻ്റെ ഭർത്താവിനോടും കുട്ടിയോടും മാതാവിനോടൊപ്പം സുഖമായി ജീവിക്കുവാൻ തക്കവണ്ണം അവർക്കിടയായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയും ആശംസയും നമുക്കറിയിക്കാം. പ്രത്യേകിച്ച് അബൂബക്കർ മുസ്ലിയാരോടുള്ള പ്രത്യേകമായ ആദരവും നന്ദിയും ഈ സമയത്ത് കേരള സമൂഹം മുഴുവനായിട്ട് അറിയിക്കുന്നു. ഞാനും ഈ കേരള മലയാളി സമൂഹത്തോടൊപ്പം അങ്ങേക്ക് നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായെങ്കിൽ ദയവുണ്ടായിട്ട് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഒന്ന് ഫോർവേഡ് ചെയ്യുകയും ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ ജോൺസൺ തേക്കടിലച്ചൻ.